ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബിസിനസ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ചെമ്മു ഷെരീഫ് എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെ ഒന്ന് ടിക്ടോക്കും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം. ഞാനിന്ന് പറയാൻ പോകുന്നത്, നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടാവും അല്ലേ? കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം, യെസ്, ഡയപ്പേഴ്സ്. അത് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ക്വാളിറ്റി നല്ലതായിരിക്കണം. അപ്പോൾ അതുപോലെ ഞാനൊരു 20 പാക്കറ്റോളം സെയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് എവിടെ നിന്നാണ് കിട്ടുക, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ആയിട്ടും കൂടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഐറ്റം എന്ന് ഞാൻ കാണിക്കാം. ഇതെന്താണ്? പാമ്പേഴ്സ് ആണ്. 88 പീസസ് ഉണ്ട്. ഇതിൽ 88 പീസസ് ഉണ്ട്. അപ്പോൾ ഇത് 6 to 8 kg. യെസ്, 6 മുതൽ 8 kg അല്ല, സോറി, 6 to 10 kg, 6 മുതൽ 10 കിലോ വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാമ്പേഴ്സ് ആണ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്കിത് ചെറിയ പൈസയ്ക്ക് കിട്ടി. ഞാനത് എനിക്കൊരു ആവറേജ് എത്രയാണോ എന്താ പറയുക പ്രോഫിറ്റ് വെക്കാൻ പറ്റുക, അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെച്ചത് കേട്ടോ. കണ്ടല്ലോ, ഞാനിത് സെയിൽ ചെയ്തത് ഒരു 50 ദിർഹമിനാണ് ഒരു പാക്കറ്റ്. പക്ഷെ നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ നമുക്ക് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം. ഓക്കെ, ഞാൻ അങ്ങനെ സെയിൽ ചെയ്തതല്ല. എൻ്റെ ഒരു ഫ്രണ്ട്, ആളുടെ ഒരു ഷോപ്പ് ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്യുമ്പോൾ ആളെ കബയാനാണ്, ഫിലിപ്പീനോ ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് പെട്ടെന്ന് നാട്ടിൽ പോകണം. അപ്പോൾ ആളെ ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ, അല്ലാതെ എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞാനപ്പോൾ അവർക്ക് ഇത് അങ്ങ് അയച്ചു കൊടുത്തു. അങ്ങനെ 20 പീസസോളം എനിക്കിത് സെയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞു, നീ ഇതിൻ്റെ പ്രോഫിറ്റ് എടുത്തു എന്ന്. പക്ഷെ ഞാൻ എല്ലാം കൂടി വെച്ചിട്ട് തന്നെയാണ് സെയിൽ ചെയ്തത്. പക്ഷെ ഞാൻ പ്രോഫിറ്റ് ഒന്നും എടുത്തില്ല, ആൾക്ക് തന്നെ കൊടുത്തു. പക്ഷെ ഞാനിതൊരു എക്സാമ്പിളായിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. കാരണം ഇതിൽ 88 പീസസ് ഉണ്ട്. പാമ്പേഴ്സ് കുട്ടികൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് തന്നെ യൂസ് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ മോന് ഫുൾ ടൈം പാമ്പേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ഒരു ബ്രാൻഡും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനിടയിൽ വേറൊരു ബ്രാൻഡ് എടുത്തു. കാരണം പാമ്പേഴ്സിന് നല്ല വിലയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിപ്പോൾ എന്തായാലും ഡെയിലി ഒരു 5-8 10 നമ്മൾ മാറ്റുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞത് നോക്കാമെന്നും പറഞ്ഞ് ഞാൻ വേറെ ഐറ്റം വാങ്ങി. പക്ഷേ അത് ഫൈൻ്റേതാണെന്ന് തോന്നുന്നു, ഫൈൻ. പക്ഷേ അത് കുഞ്ഞിന് ഞാൻ യൂസ് ചെയ്തപ്പോൾ ആൾക്കത് എന്താ പറയുക കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം ആൾക്ക് എന്തോ പോലെ റാഷസ് ഒക്കെ വരാൻ തുടങ്ങി. ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ആൾക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അതങ്ങ് മാറ്റി വീണ്ടും പാമ്പേഴ്സിലോട്ട് തന്നെ പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആളുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ ഞാനങ്ങ് എടുത്തു. ഞാൻ എന്താ അവളോട് പറഞ്ഞു, എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് സെയിൽ ചെയ്ത് തരാം, നിന്നെ ഹെൽപ്പ് ചെയ്യാം, കുറച്ച് ഞാനും കൂടി എടുക്കാം, എനിക്ക് മോൻക്കും കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആൾ കറക്റ്റ് ആ ഒരു പ്രൈസിന് എനിക്ക് തന്നു. എനിക്ക് നല്ല ലാഭത്തിനാണ് ആൾ തന്നത്. ഓക്കെ, ഞാൻ പക്ഷേ മറ്റുള്ളവർക്ക് അത് സെയിൽ ചെയ്ത് കൊടുത്തു, അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം 20 പീസസൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ തമാശയെന്ന് വിചാരിക്കണം, ഞാൻ കാണിക്കാമല്ല. ഓക്കെ, 20 പീസസൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, എല്ലാം കൂടി പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് കുറേ ഉണ്ട്. ഒന്നിൽ ഞാൻ പറഞ്ഞില്ല 88 പീസോളം ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്നിച്ച് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കാണിക്കാം. സോറി, ബാക്ക് ക്യാമറ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഡെയിലി 20 പീസ് അല്ലെങ്കിൽ 30 പീസൊക്കെ വിൽക്കുവാണെങ്കിൽ ഒരു പീസിന് 10 ദിർഹം വെച്ചിട്ട് പ്രോഫിറ്റ് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നാട്ടിലൊരു 250 റുപ്പീസൊക്കെ ആയി ഒരു പീസിന്, ഒരു പാക്കറ്റിന്. അപ്പോൾ ഒരു 10 പാക്കറ്റ് നമ്മൾ വിൽക്കുവാണെങ്കിൽ നമുക്ക് എത്രയായി? 2 പാക്കറ്റ് വിൽക്കുവാണെങ്കിൽ തന്നെ 500 റുപ്പീസ്, 4 പാക്കറ്റ് വിൽക്കുവാണെങ്കിൽ 1000 റുപ്പീസ്, 8 പാക്കറ്റ് വിൽക്കുവാണെങ്കിൽ 2000 റുപ്പീസ് അല്ലേ? 10 പാക്കറ്റ് വിൽക്കുവാണെങ്കിൽ 2500 രൂപ. വെറുതെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക, ഞാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചു നോക്കുക.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വലിയ മുതൽ മുടക്കമൊന്നുമില്ല. ഇതുപോലെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലോ ഒക്കെ നിങ്ങൾ ഐറ്റംസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അങ്ങ് ബാക്ക് ക്യാമറ വെച്ച് കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണേ, വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് വന്നിരിക്കുന്നത്, കാരണം കുറച്ച് ബിസി ആയിരുന്നു. അതിനിടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാമിലെല്ലാം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുകൂടി കാണാം. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാം കാണിക്കാം കേട്ടോ. അതുപോലെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുമല്ലോ അല്ലേ? യെസ്, ഡയറക്റ്റ് കാണിക്കാൻ പോവാണ്. ഈ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ അതേ ഒരു സൈസിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം പോയില്ലെങ്കിൽ ഞാൻ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് 10-50 പാക്കറ്റൊന്നും ഒരിക്കലും തീരത്തില്ലല്ലോ. കണ്ടല്ലോ, ഡയപ്പേഴ്സ് ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് എപ്പോഴും നമുക്ക് ആ ഒരു കസ്റ്റമറെ കിട്ടും. കാരണം കുട്ടികൾ എന്തായാലും ഡയപ്പേഴ്സ് ഇല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് ഡയപ്പേഴ്സ് വേണം. അപ്പോൾ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർ നമ്മളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യും. എൻ്റെ എക്സ്പീരിയൻസ് അതാണ് കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, 20 പീസസാണ് ഞാൻ ഓൾറെഡി സെയിൽ ചെയ്തത്. എനിക്ക് കുറച്ച് പീസസിന് ഓർഡേഴ്സ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇന്നെന്തായാലും ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്നെന്തായാലും കൊറിയർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ആളെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അതുകൂടാതെ എനിക്ക് എൻ്റെ മോൻക്കുള്ള ഡയപ്പേഴ്സ് കുറച്ച് എനിക്ക് ചെറിയ പൈസക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കാം ഐറ്റം ഏതാണെന്നുള്ളത്. ഇതാണ്. ഇതിൽ എനിക്കറിയില്ല, നാട്ടിലൊക്കെ ഇതിൽ കോപ്പീസൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു സംഭവമാണ്. കണ്ടല്ലോ, നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഡെയിലി ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ അത്യാവശ്യം ഞാൻ ഫുൾ ടൈം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം റാഷസ് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതൊക്കെ വരുവേ. അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇപ്പോൾ മോൻക്ക് 10 മാസമായി. പണ്ട് വരുന്ന പോലെയുള്ളതല്ല, ഇത് കുറച്ച് നല്ല എന്താ പറയുക, വെയ്റ്റ്ലെസ് ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ഹെവി വെയിറ്റാണ്, ജെല്ലാണ്, അതൊക്കെയാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉള്ളതല്ല കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഭയങ്കര സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഇത് തോന്നുന്നില്ല. കണ്ടല്ലോ, ഞാൻ വേറത് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ കംഫർട്ടബിൾ അല്ല, കുഞ്ഞും കംഫർട്ടബിൾ അല്ല. കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. നാട്ടിലൊക്കെ ചെറിയ പൈസക്കൊക്കെ എനിക്കൊന്ന് ഓൺലൈനിൽ ഓഫറുള്ള സമയത്ത് കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഓഫറുള്ള സമയത്ത് പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് ഇട്ട് വയ്ക്കാം. സ്റ്റാറ്റസ് ഇടുവാണെങ്കിൽ എല്ലാവരും വാങ്ങും നിങ്ങളുടെ കയ്യിൽ നിന്ന്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡർ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ആ ഓഫർ വരുന്ന സമയത്ത് സാധനം പർച്ചേസ് ചെയ്തിട്ട് അങ്ങ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വെറുതെ ഞാൻ പറഞ്ഞില്ലേ, വലിയ മുതൽ മുടക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? അപ്പം ഞാൻ ഇതിനിടയിൽ ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചത് എവിടെ നിന്നാണ് വാങ്ങുക, UAE എവിടെ കിട്ടുമെന്ന്. ഇവിടെ പിന്നെ ചില ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇയർ എൻഡൊക്കെ വരുമ്പോൾ നല്ല ഓഫർ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് വാങ്ങുക കേട്ടോ. അങ്ങനെ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് നിങ്ങൾ സെയിൽ ചെയ്ത് നോക്കിയാൽ മതി. ഷുവറായിട്ടും ഇത് എന്തായാലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല, ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, എല്ലാം ആവശ്യക്കാരാണ്. ഒന്നുമില്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ ഒരു 5 ദിർഹമൊക്കെ ലാഭം വെച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബിസിനസ് നമുക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സ്ത്രീകൾക്കാണെങ്കിലും അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിലും ജോലിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഓൺലൈൻ വഴി സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ആമസോൺ വഴിയൊക്കെ എന്താ പറയുക, നമുക്ക് തന്നെ സ്വന്തമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക്സ് ഫോർ വാച്ചിങ്.